ഒന്നാം അധ്യായത്തിൽ നമ്മൾ എന്താണ് പഠിച്ചത്? 6 ഉപാസനകൾ പഠിച്ചു. 6 ഉപാസനകൾ എല്ലാവർക്കും ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 6 ഉപാസനകൾ: അശ്വബ്രാഹ്മണം, പിന്നെ അഗ്നിബ്രാഹ്മണം, ഉദ്ഗീത ബ്രാഹ്മണം, അല്ലേ? ഉദ്ഗീത ബ്രാഹ്മണം, അതിനുശേഷം പുരുഷവിധ ബ്രാഹ്മണം, പിന്നെ സപ്താന്ന ബ്രാഹ്മണം, ഉക്തബ്രാഹ്മണം. ഇത്രയും 6 ബ്രാഹ്മണങ്ങളിലായിക്കൊണ്ട് യാജ്ഞവൽക്യ മഹർഷി ഉപാസനകൾ നമുക്ക് പറഞ്ഞു തന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഉപാസനകളെന്നും നമ്മളവിടെ കണ്ടിരുന്നു. ബ്രഹ്മവിദ്യാ അധികാരത്തിനായിക്കൊണ്ട്, അല്ലെ? 3 ഫലങ്ങൾ നമ്മളവിടെ കണ്ടു. എന്തൊക്കെയായിരുന്നു? ചിത്തശുദ്ധി, ബ്രഹ്മവിദ്യാ അധികാരപ്രാപ്തി, അതിനുശേഷം കണ്ടത് മനോവിശാലത. ഇത്രയും അധികാരങ്ങൾ അവിടെ ചർച്ച ചെയ്തു. അല്ലെങ്കിൽ ഇതാണ് ഫലം, ഈ ഫലത്തിന് വേണ്ടിയാണ് ഉപാസന അനുഷ്ഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചഞ്ചലത്വം എന്നതിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും മനനം ചെയ്തത്. അതിൽ ഭഗവത്ഗീത എന്നത് ആധാരമാക്കിക്കൊണ്ട് നമ്മൾ മനനം ചെയ്തു, അല്ലെ? ആലംബനമാക്കിക്കൊണ്ട് മനനം ചെയ്തു. അപ്പോൾ ഈ ചിത്തശുദ്ധി ഇല്ലാത്തത്, അല്ലെങ്കിൽ ചിത്തശുദ്ധി എനിക്ക് വളരെ കുറവാണ്, അല്ലെ? ചിത്തശുദ്ധി ആർജിക്കുക എന്നാണ് ഉപാസനയെക്കുറിച്ച് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ചിത്തശുദ്ധി കുറവാണ്, അതുകൊണ്ട് ഉപാസന അനുഷ്ഠിക്കാൻ പറഞ്ഞു. അപ്പം അതിനു വേണ്ടി വിവിധങ്ങളായ ഉപാസനകൾ പറഞ്ഞു. നമ്മൾ അവിടെയും ചർച്ച ചെയ്തിരുന്നു, നമ്മളെ കൊണ്ട് ഇതൊന്നും സാധിക്കില്ല. കാരണം അശ്വബ്രാഹ്മണ ഉപാസന ആയിക്കോട്ടെ, അല്ലെങ്കിൽ അഗ്നി ആയിക്കോട്ടെ, ഇതൊക്കെ ത്രേതായുഗത്തിൽ യാജ്ഞവൽക്യ മഹർഷി പറഞ്ഞു കൊടുത്തതാണ്. ഇപ്പോൾ അതിൻ്റെ ദുർഘടങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്, അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അവിടെ സാധ്യമല്ലാത്തത് കൊണ്ട് നമ്മളാൽ കഴിയും വിധം ഭഗവാൻ ശങ്കരാചാര്യസ്വാമികൾ തൻ്റെ ഉപാസനാ പ്രകരണത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരുന്നു, നമ്മൾ എന്ത് സാധനയാണോ ചെയ്യുന്നത് അത് തന്നെ തുടരുക, നിഷ്കാമമായി വേണം എന്നും നമ്മൾ കണ്ടിരുന്നു. അവിടെ നിഷ്കാമമായി ചെയ്യുമ്പോൾ എന്താണ്? ചിത്തശുദ്ധി എന്ന ഫലം, അല്ലേ? അപ്പോൾ ഈ ചിത്തശുദ്ധി ഇല്ലായ്മ എന്താണ്? അതിലേക്കാണ് നമ്മൾ വരുന്നത്. നമ്മളുടെ ചഞ്ചലത്വമായ മനസ്സുകൊണ്ടാണ്. നമ്മൾ ഈ ചഞ്ചലത്വം എന്നതിന് പല പല ഡെഫിനിഷൻസ് കണ്ടു. അതിലെന്താണ് ഒരു കാരണം? നമ്മളുടെ അടങ്ങാത്ത ആഗ്രഹം. ആ ആഗ്രഹം ഇളകി മറിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ മനസ്സിനെ, അല്ലേ? കാമം, ക്രോധം, ലോഭം ഇത്യാദികളൊക്കെ, അല്ലേ? അത് വേണം, ഇത് വേണം, ഭോഗേച്ഛ, ആ വാക്ക് തന്നെ ഉപയോഗിക്കാം, അല്ലേ? ഒന്ന് കഴിയുമ്പോൾ അടുത്തത്. പിന്നെ എങ്ങനെ നമ്മൾക്ക് ഈ മനസ്സിനെ അവിടെ തിരമാലകളോടാണ് ഉപമിച്ചിരിക്കുന്നത്, അല്ലേ? ആ തിരമാലകളെ എങ്ങനെ അടക്കി നമ്മൾക്ക് സമുദ്രത്തിൽ പോയി കുളിക്കാൻ സാധിക്കില്ല. അപ്പോൾ ആ ചിത്തശുദ്ധി ഇല്ലായ്മ എന്തുകൊണ്ടാണ്? ഞാൻ അനേകം ഉപാസനകൾ ചെയ്യുന്നു എങ്കിലും ചിത്തം എന്നത് ശാന്തമല്ല, ചിത്തം വിട്ടേര്, മനസ്സെന്നത് ശാന്തമാകാത്തത്, ഇത് കാരണം ഇതാണ്. അടങ്ങാത്ത ഭോഗേച്ഛ. ഒരു ഭോഗം കഴിയുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്, അല്ലെ? അതിനോട് തന്നെ, അല്ലേ? ഇങ്ങനെ ചങ്ങല പോലെയാണ്. ഒന്ന് കഴിയുമ്പോൾ ആ കഴിയുന്ന ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് അനേകം ലിസ്റ്റുകൾ ഉണ്ടാകും. അങ്ങനെയുള്ളപ്പോഴാണ് ഇവിടെ മനസ്സിനെ ചഞ്ചലത്വം എന്ന വാക്കിനോട് ഉപമിച്ചത്, അല്ലേ? വേവറിങ്, ഇങ്ങനെ വേവർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു ചഞ്ചലത സാധകരായ നമ്മൾക്ക് വിഘ്നമാണ്. അപ്പോൾ ആ ചഞ്ചലത അടക്കാതെ എങ്ങനെ മനസ്സ് ശുദ്ധമാക്കും? ചിത്തശുദ്ധി വേണം എന്ന് പറയുന്നു. ചിത്തശുദ്ധി എങ്ങനെ വരും? നമുക്ക് ഈ ജന്മം മാത്രമുള്ള ആഗ്രഹമായിരിക്കില്ല, അല്ലെ? വാസനകളായിരിക്കില്ല, അല്ലേ? അനേക ജന്മ സംസിദ്ധ പുംസാം വാസന നമ്മൾ പഠിച്ചിട്ടുണ്ട്. അനേകം ജന്മങ്ങളിലെ നമ്മൾ കൊണ്ടുവന്ന ഭാണ്ഡമാണ് വാസനകളുടെ ഭാണ്ഡം, അല്ലേ? അത് ഓരോന്നോരോന്നായി വന്നുകൊണ്ടേയിരിക്കും. ആ നമ്മളോടാണ് യാജ്ഞവൽക്യ മഹർഷി ഇവിടെ
ചിത്തശുദ്ധി വേണമെന്ന് പറഞ്ഞു. അതിനാണ് ഈ ഉപാസനകൾ പറഞ്ഞത്. ഇത് വളരെ പ്രയാസകരമാണ് ചെയ്യാനെന്നും നമ്മൾ അവിടെ ചർച്ച ചെയ്തിരുന്നു. കാരണം എന്താ, അങ്ങനെ പ്രയാസപ്പെട്ട് ചെയ്താലേ ഫലമുണ്ടാകുകയുള്ളൂ. അപ്പം നമ്മൾ ഇതൊന്നും ചെയ്യാത്തപ്പോൾ നമുക്ക് എങ്ങനെ ഫലം കിട്ടും? അല്ലെ 2-ാം അധ്യായത്തിലേക്ക് എത്തി എങ്ങനെ നമ്മൾക്ക് ഈ സ്വബിധി നാമമൊക്കെ മനസ്സിലാകും? അല്ലെങ്കിൽ അജാതശത്രു പറയുന്ന, അല്ല ഇനി ഉള്ളതായിക്കോട്ടെ, ഇനിയും യാജ്ഞവൽക്യ മഹർഷി തന്നെ ഉപദേശിക്കുന്നുണ്ട്, ജനക മഹാരാജാവിനോട് ഉപദേശിക്കുന്നുണ്ട്, മൈത്രേയോട് ഉപദേശിക്കുന്നുണ്ട്, അനേകം കഥാപാത്രങ്ങൾ ഇനി വരാനിരിക്കുകയാണ്. അപ്പോൾ അവരെ പോലെയൊക്കെ എങ്ങനെ ആകാൻ സാധിക്കും? നമുക്ക് ചിത്തശുദ്ധി ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ ചിത്തശുദ്ധി ആർജിക്കലാണ് ഉപാസനയുടെ ഫലം എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ചഞ്ചലത്വം എന്ന സ്വഭാവം ഇല്ലാണ്ടാക്കാൻ സാധിക്കും? ഇപ്പം ഈ മനസ്സിൻ്റെ സ്വഭാവമാണത്. നമ്മൾ തത്വബോധത്തിലൊക്കെ പലരും റെഫറൻസ് പറഞ്ഞു, അതിന് പല ഉപായങ്ങളും എല്ലാവരും പറഞ്ഞു. ഭക്തി എന്ന ഉപായം പറഞ്ഞു. അതൊക്കെ വളരെ വളരെ ശ്രേയസ്കരമായ കാര്യങ്ങളാണ്. ഭക്തി എന്ന ഉപായം പറഞ്ഞു. പിന്നെ ത്യാഗമെന്ന വാനപ്രസ്ഥാദി ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. എന്തൊക്കെയാണോ എനിക്ക് ഉള്ളത് അതിനെയൊക്കെ മനസ്സുകൊണ്ട് അതിനോട് അറ്റാച്ച് ഇല്ലാതിരിക്കൽ, അല്ലേ, ആ ഒരു ഉപായം പറഞ്ഞു. പിന്നെ കഠോപനിഷത്ത് ഉദാഹരണം പറഞ്ഞു. പിന്നെ അമൃതബിന്ദു ഉപനിഷത്ത് പലരും ഉദാഹരണമായിട്ട് പറഞ്ഞു. അങ്ങനെ പല പല പോയിന്റുകൾ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞ പോയിന്റിലേക്കൊക്കെ ഞാൻ പോകുന്നില്ല. പിന്നെ മന്ത്രജപ സാധന, ധ്യാനം പലരും പറഞ്ഞു. ധ്യാനത്തിനെ കുറിച്ച് പറഞ്ഞു, മന്ത്രം ജപിക്കുന്നതിന്. പിന്നെ നിഷ്ഠയുടെ കാര്യം ആരും പറഞ്ഞില്ല, അല്ലേ? എന്ത് ചെയ്താലും നമുക്ക് നിഷ്ഠയോടെ ചെയ്യണം. ആരെങ്കിലും പറഞ്ഞോ, ഞാൻ വിട്ടുപോയെങ്കിൽ ക്ഷമിക്കുക, എൻ്റെ ഓർമ്മയിൽ ഇപ്പം വരുന്നില്ല. നിഷ്ഠയോടുകൂടി വേണം, അല്ലേ? അത് മന്ത്രം ജപിച്ചോട്ടെ, ധ്യാനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ തീർത്ഥാടനമായിക്കോട്ടെ, ഏത് സാധനയാണെങ്കിലും, ഭക്തി എന്ന സാധനയായിക്കോട്ടെ, കർമ്മയോഗം എന്ന സാധനയായിക്കോട്ടെ, അത് നിഷ്ഠയോടുകൂടി വേണം. ആരോ പറഞ്ഞു കേട്ടോ, ദീർഘകാലം നൈരന്തര്യമെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. അതെ, അത് അത് തന്നെ അത് അപ്പോൾ അത് തന്നെ. അപ്പോൾ ആ നിഷ്ഠയോടുകൂടി ചെയ്യണം. അത് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞു. പിന്നെ അഭ്യാസ അനന്തരം പിന്നെ എന്താണ്, ലോകത്തിൻ്റെ നശ്വരത കണ്ടിട്ട് ആ നശ്വരതയെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതൊക്കെ സമ്മതിച്ചു. അപ്പം ഇതെല്ലാം പറഞ്ഞ പോയിന്റ്. അപ്പം അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം നിഷ്ഠയോടുകൂടി ഏത് സാധനയും, അത് സകാമമായിക്കോട്ടെ, ഇപ്പം എനിക്ക് സ്വർഗത്തിൽ പോകണം, അതാണ് എൻ്റെ ആഗ്രഹമെങ്കിൽ കൂടിയും നിഷ്ഠയോടുകൂടി അഗ്നിഹോത്രം ചെയ്യണം, അല്ലേ? എങ്കിൽ മാത്രമേ എനിക്ക് സ്വർഗത്തിലേക്ക് പ്രവേശനം കിട്ടൂ. അപ്പോൾ ആ നമ്മളോട് ഇവിടെ അർജുനനോട് ഉപമിച്ചുകൊണ്ട് നമ്മൾ വൈരാഗ്യേണ ഗൃഹ്യത, അഭ്യാസം വൈരാഗ്യം എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പുസ്തകം നോക്കി നമുക്ക് പറയാം അതൊക്കെ. അപ്പോൾ അഭ്യാസം എന്ന വാക്കിന് അവിടെ അർത്ഥം നിഷ്ഠ എന്നാണ്. നിഷ്ഠയുണ്ടെങ്കിലേ സാധിക്കും. അപ്പോൾ അത് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ആ ഭഗവത്ഗീത ആ റെഫറൻസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ചഞ്ചലത്വം അല്ലെങ്കിൽ ഭോഗ ഇച്ഛ മാറ്റണമെങ്കിൽ നിരന്തരമായ നിഷ്ഠയോടുകൂടിയുള്ള അഭ്യാസം വേണം എന്ന് പറഞ്ഞു. നമ്മൾ പുതിയൊരു കാര്യം പഠിക്കുകയാണ്. ഈ നിഷ്ഠയോടുകൂടി ഉപാസനകൾ അനുഷ്ഠിച്ചാൽ എന്താണ് ഫലം? നമ്മളെ സംബന്ധിച്ച്, സാധകരായ നമ്മളെ സംബന്ധിച്ച് നിഷ്ഠയോടുകൂടി ഉപാസനകൾ അനുഷ്ഠിച്ചാൽ എന്താണ് നമ്മൾക്ക് കിട്ടുന്ന ഫലം? സാധകർക്ക്, മറ്റാർക്കും അല്ല കേട്ടോ. ഒന്നുകൂടെ പറയാം, നിഷ്കാമമായി ഉപാസന നിഷ്ഠയോടുകൂടി അനുഷ്ഠിച്ചാൽ എന്താണ് ചോദ്യം? അല്ല, എന്താണ് ഫലം? ചഞ്ചലത്വം എങ്ങനെ മാറ്റാം? എങ്ങനെ മാറ്റണം? നിഷ്ഠയോടുകൂടി നിഷ്കാമമായി സാധന അനുഷ്ഠിക്കുക, അല്ലെ ഉപാസന അനുഷ്ഠിക്കുക. ഈ നിഷ്ഠയോടുകൂടി ഉപാസനകൾ അനുഷ്ഠിച്ചാൽ എന്താണ് ഫലം? എഴുതിക്കോളൂ. ശ്രവണ
സൗകുമാര്യത്വ, സുകുമാരി ഇല്ല അതിൻ്റെ, സൗകുമാര്യത്വ ശ്രവണ സൗകുമാര്യത്വ ശ്രവണ സൗകുമാര്യത്വ ത്വയാണ് കേട്ടോ, ത്വ സൗകുമാര്യത്വ ഗുണപ്രാപ്തി അല്ലെ അധികാരപ്രാപ്തി എന്ന് എഴുതാം, രണ്ട് ശരിയാണ്. ശ്രവണ സൗകുമാര്യത്വ ഗുണപ്രാപ്തി അല്ലെ അധികാരപ്രാപ്തി. ശ്രവണ സൗകുമാര്യത്വ ഗുണപ്രാപ്തി അല്ലെ അധികാരപ്രാപ്തി. ഇതൊരു ഫലമാണ് കേട്ടോ, ഉപാസനയുടെ ഫലമാണ്. എങ്ങനെ? നിഷ്ഠയോടുകൂടി നിഷ്കാമമായി എനിക്ക് അത് വേണം ഇത് വേണം അല്ലേ, പുത്രപൗത്ര ധനധാന്യ ആ സകാമമായ ആഗ്രഹമല്ല, അല്ലാണ്ട് ആര് ദീർഘകാലം ചെയ്യുന്നു അവർക്ക് എന്താണ് ഫലം കിട്ടുക? ശ്രവണ സൗകുമാര്യത്വ ഗുണപ്രാപ്തി എന്ന് വെച്ചാൽ അതൊരു ഗുണമാണ്, അതൊരു ക്വാളിഫിക്കേഷൻ കിട്ടുകയാണ്, നമുക്കൊരു സർട്ടിഫിക്കറ്റ് കിട്ടുകയാണ്. എന്താണ് ആ ക്വാളിഫിക്കേഷൻ? ശ്രവണ സൗകുമാര്യം. നമ്മൾ ഇതുവരെ ഈ വാക്ക് എൻ്റെ ഓർമ്മയിൽ പഠിച്ചിട്ടില്ല, പുതിയൊരു വാക്കാണ്. അതുകൊണ്ട് ഇത് എപ്പോഴും മനസ്സിലിട്ട് താലോലിക്കുക. നിങ്ങൾക്ക് പേരക്കിടാവിന് പുതിയ പേരിടുമ്പോൾ നിങ്ങൾ ആ പേരിങ്ങനെ മനസ്സിലിട്ട് താലോലിക്കില്ലേ? എൻ്റെ പേരക്കിടാവിൻ്റെ പേര് ഇതാണ് അല്ലേ? അതുപോലെ നമുക്ക് പുതിയൊരു പേര് കിട്ടിയിരിക്കുകയാണ്. അതായത് മറക്കരുത്, അത്രയേ ഉള്ളൂ. അതിനെ സ്നേഹിക്കുക, മനനം ചെയ്യുക. ശ്രവണ സൗകുമാര്യം എന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് ശ്രവണം, അതായത് ബ്രഹ്മവിദ്യ കേൾക്കുവാൻ, അത് പുരാണമായിക്കോട്ടെ, ഇതിഹാസമായിക്കോട്ടെ, ഉപനിഷത്തായിക്കോട്ടെ, ഏത് സത്സംഗം ആയിക്കോട്ടെ, ഭഗവാനെക്കുറിച്ച് അല്ലെങ്കിൽ ശ്രുതി കേൾക്കുക അല്ലേ, ഭഗവാന്റെ വേദവാണി കേൾക്കുവാൻ ഉള്ള സൗകുമാര്യത്വം, ആ ഒരു ഗുണം, അതായത് ഒരിക്കലും മടുക്കില്ല, ആ അധികാരം കിട്ടുമെന്ന്. എത്ര കേട്ട, ഞാൻ 10 വർഷമായി പഠിക്കുന്നു, മതിയായി, എത്രയാ കാലമായി കേൾക്കുന്നു അല്ലേ? അങ്ങനെ അതൊരു ദോഷമാണ്. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്കുണ്ടാകും, അല്ല ഉണ്ടായോ അനേകം പേരുണ്ട്. നമുക്കങ്ങനെ ഉണ്ടാവാതിരിക്കണം, അതിനു വേണ്ടിയാണ് ഈ വാക്ക് പറയുന്നത്. പലരെയും പരിചയമുണ്ട് എനിക്ക്, പലരും പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഭഗവത്ഗീതയൊക്കെ ടി വിയിൽ വന്നുകൊണ്ടിരുന്ന ഒരു കാലമില്ലേ, 10, 15, 20 വർഷം മുമ്പൊക്കെ നമുക്ക് ദൂരദർശൻ മാത്രം ഉണ്ടായിരുന്നപ്പോൾ ഭഗവത്ഗീതയൊക്കെ വന്നുകൊണ്ട് ആ സമയത്ത് ഗീത കേൾക്കുന്നവരെയൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അവരൊക്കെ പറയും അന്ന് നിത്യേന കേൾക്കുമായിരുന്നു, അന്ന് ദൂരദർശൻ മാത്രമല്ലേ ഉള്ളൂ, അപ്പോൾ നിത്യേന ഇത് കേൾക്കുമായിരുന്നു. പിന്നെ 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 എന്താണ് ഇപ്പം, പിന്നെ അവർ കാറിൽ ഡ്രൈവ് ചെയ്യുമ്പം ഇത് അപ്പോൾ CD ആണല്ലോ, CD ഇട്ട് കേൾക്കും. അങ്ങനെ എപ്പോഴൊക്കെ സമയം കിട്ടും അപ്പോഴൊക്കെ ഭഗവത് കഥകൾ, എവിടെ സപ്താഹം ഉണ്ടെങ്കിലും ഓടി ചെല്ലുമായിരുന്നു. മള്ളിയൂരൊക്കെ എനിക്ക് പരിചയമുണ്ട്, അവിടെയൊക്കെ ആളുകൾ വരുമായിരുന്നു, എത്രയോ ദൂരത്ത് നിന്ന്. മള്ളിയൂർ എന്ന് പറയുന്നത് എവിടെയാണ് കിടക്കുന്നു, കോഴിക്കോട് നിന്നൊക്കെ ആളുകൾ വരുമായിരുന്നു മള്ളിയൂർ സപ്താഹം കേൾക്കാൻ, മള്ളിയൂർ തിരുമേനി ഉണ്ടായിരുന്ന കാലത്ത്. അപ്പോൾ അത്ര ഇഷ്ടമുള്ള ആളുകളായിരുന്നു. പക്ഷേ എന്താണ്, കുറേ കാലം ഇത് കേട്ട് 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 പിന്നെ എന്താണ്, ബോറടിക്കാൻ തുടങ്ങി. ഇപ്പോൾ അവർ പറയാണ് കാറിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പുതിയ പുതിയ പാട്ടുകൾ കേൾക്കുന്നു, അല്ലെങ്കിൽ മനസ്സ് വ്യതിചലിക്കാൻ തുടങ്ങി. പിന്നെ എന്താണ്, പുറകോട്ട് ആ സൗകുമാര്യത്തെ ഇല്ലാണ്ടായി, കേൾക്കാനുള്ള തീവ്രമായ ഇച്ഛ അതില്ലാണ്ടായി, കുറഞ്ഞ് 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 വന്ന് 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 ഇപ്പോൾ കേൾക്കുന്നതേ അലർജിയാണ്, ഇഷ്ടമേ അല്ല, ശ്രദ്ധിക്കാനേ പറ്റില്ലെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്താണ്, വായോരിവസ ദുഷ്കരം, പിന്നെ അതിനെ മനസ്സിനെ പിടിച്ചുപറ്റി കൊണ്ടുവന്ന് എനിക്ക് കേൾക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായി മാറി. പിന്നെ എന്തായി, ആളുകൾ അത് വിടും, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് പിന്നെ മടങ്ങിപ്പോവും, അതിലേക്ക് തിരിച്ചു വരാൻ സാധ്യമല്ല. എന്തുകൊണ്ട്? ഈ കാരണം കൊണ്ട്. അപ്പം നമുക്ക്
അതൊരിക്കലും ഉണ്ടാവരുത്. എനിക്ക് 80 വയസ്സായാലും 90 എത്രയാണോ എൻ്റെ ആയുസ് അത്രയും കാലം എനിക്ക് എന്താണ് പുതുമയോടുകൂടി, എങ്ങനെയാണോ ഒരു പുതിയ ക്ലാസ്സിലേക്ക് നമ്മൾ എത്തുന്നത്. നമുക്കൊക്കെ അറിയാം. ഇപ്പോൾ UP സ്കൂൾ കഴിഞ്ഞ് ഹൈസ്കൂളിലെത്തും, ഞാൻ ഹൈസ്കൂളിലെത്തി, അല്ലെ ഞാൻ +2 അപ്പോൾ ആദ്യത്തെ ഒരു മാസം വളരെ നമുക്ക് ആവേശമായിരിക്കും, അല്ലെ ഒരു എന്തൂസിയാസം ഉണ്ടാകും, അല്ലേ ഭയങ്കര ആവേശമാണ്. പുതിയ യൂണിഫോം, പുതിയ ബാഗ്, പുതിയ കൊട, ഇതെല്ലാം ഇട്ട് പുതിയ ക്ലാസ്സിൽ പോകാൻ ഇഷ്ടമാണ്. അത് കഴിഞ്ഞു ഒരു ഓണപ്പരീക്ഷയൊക്കെ കഴിഞ്ഞ് കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ക്രിസ്മസ് പരീക്ഷ കഴിയുമ്പോഴോ അയ്യോ എങ്ങനെയും സ്കൂളൊന്ന് പൂട്ടിയാൽ മതിയെന്നാകും, അല്ലേ. അത് സഹജമാണത്. കുറേ കഴിയുമ്പോൾ നമുക്ക് ബോറടിക്കാൻ തുടങ്ങും. അതേത് വിഷയമായിക്കോട്ടെ. ആളുകൾ എന്തിനാണ് ജോലി മാറുന്നത്? കമ്പനികൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് പുതിയ IT തലമുറകൾ, അല്ലേ. ഈ MNC കമ്പനികളിൽ പോയി കഴിയുമ്പോൾ എന്താണ് 2 കൊല്ലം 3 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോൾ അവർ മാറിക്കൊണ്ടേയിരിക്കും. കാരണം എന്താ? ബോറടിക്കാൻ തുടങ്ങും. ഒരേ ഭക്ഷണം തന്നെ എന്നും നിങ്ങൾ ഇഡ്ഡലി സാമ്പാറും കഴിക്കൂ, ബോറടിക്കാൻ തുടങ്ങും. അത് സഹജമാണ്. അത് മനുഷ്യൻ്റെ എന്നല്ല, സർവ്വജീവരാശികൾക്കും. അപ്പോൾ ആ സമൂഹത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ എന്നും ഇത് കേൾക്കുന്നത്. എന്നും ഭാഗവതം ആയിക്കോട്ടെ, മറ്റേത് നാരായണീയ ആയിക്കോട്ടെ, ഉപനിഷത്തായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ എന്നും ശ്രവിക്കുക. ആ ശ്രവണം എന്ന് ഞാൻ തുടങ്ങിയോ, ആ ഫസ്റ്റ് ഡേ ഞാൻ എത്രമാത്രം ആവേശത്തോടുകൂടി ഇഷ്ടത്തോടുകൂടി ഇത് കേട്ടു, അതുപോലെ തന്നെ എനിക്ക് ഞാൻ മോക്ഷവിദ്യയിലെത്തുന്നത് വരെ, ആ പടി കയറുന്നത് വരെ എനിക്ക് ആ ആവേശം ഉണ്ടായിരിക്കും. കെട്ടടങ്ങാണ്ട് ആ തിരിയെ കാത്തു സൂക്ഷിക്കാൻ എങ്ങനെ സാധിക്കും? ഈ ഗുണം ഉണ്ടെങ്കിലേ സാധിക്കും. ഏത് ഗുണം? ശ്രവണ സൗകുമാര്യത്വം. ആ ഗുണം ഉണ്ടെങ്കിലേ സാധിക്കൂ. അതിനു വേണ്ടി എന്ത് ചെയ്യണം? നിഷ്ഠയായ ഉപാസന ഉണ്ടാവണം. അതാണ് ഈ ശ്രവണ സൗകുമാര്യത്വം ഉണ്ടെങ്കിലേ എനിക്ക് മനനം ചെയ്യാൻ സാധിക്കും. അടുത്ത പോയിന്റ് അതാണ്. അപ്പോൾ നിഷ്ഠയായ ഉപാസന എങ്കിലേ എന്തിലേക്ക് നയിക്കും എന്നെ? ശ്രവണ സൗകുമാര്യത്വം എന്ന ഗുണത്തിലേക്ക്, അല്ലെ അധികാരത്വത്തിലേക്ക് നയിക്കും. ആ അധികാരം ഉണ്ടെങ്കിലേ എനിക്ക് അടുത്ത അധികാരം കിട്ടുകയുള്ളൂ. ഇപ്പം അടുത്ത അധികാരം ഏതായിരിക്കും? സാധന ചതുഷ്ടയ സമ്പത്തി. ഒന്നാമത്തെ പോയിന്റ് നിഷ്ഠയായ ഉപാസന. നിഷ്ഠയായ ഉപാസന എന്നെ എന്തിലേക്ക് നയിക്കും? ശ്രവണ സൗകുമാര്യത്തെ അധികാരത്വത്തിലേക്ക് നയിക്കും. ആ അധികാരം എന്നെ എന്തിലേക്ക് നയിക്കും? സാധന ചതുഷ്ടയ സമ്പത്തി എന്ന അധികാരത്വത്തിലേക്ക് നയിക്കും. നിങ്ങളിങ്ങനെ ആരോ മാർക്കിട്ട് എഴുതിയാൽ മതി. ശ്രവണ സൗകുമാര്യത്തെ ഗുണ അധികാരം, പിന്നെ ആരോ മാർക്കിട്ടിട്ട് എന്തെഴുതണം? സാധന ചതുഷ്ടയ സമ്പത്തി അധികാര പ്രാപ്തി. കാരണം എന്നും ഞാൻ ഭഗവത് കഥകൾ, അല്ലെ ഭഗവത് ലീലകൾ, ശ്രുതി മാതാവ് എന്ത് പറയുന്നു, യാജ്ഞവൽക്യ മഹർഷി എന്ത് പറയുന്നു, യമധർമ്മരൻ എന്ത് പറയുന്നു, ഉദ്ധാലകർ എന്ത് പറയുന്നു, ഇതല്ലേ എന്നും കേൾക്കുന്നേ. ആ കേൾവി എനിക്ക് വിവേക വൈരാഗ്യം ഉണ്ടാക്കിത്തരും. അല്ലാണ്ട് എനിക്ക് വൈരാഗ്യമില്ലല്ലോ എന്നും പറഞ്ഞ് ഗംഗാജിയിൽ പോയി 108 തവണ മുങ്ങേണ്ട കാര്യമൊന്നുമില്ല. അതൊന്നും വൈരാഗ്യം ഉണ്ടാക്കി തരില്ല, അത് വാദം ഉണ്ടാക്കി തരുള്ളൂ, അല്ലേ. അപ്പോൾ അതൊന്നും അല്ല, അല്ലേ. എനിക്ക് ഇന്ദ്രിയം നിഗ്രഹിക്കാൻ പറ്റുന്നില്ല, അല്ലെ ക്ഷമയില്ല, ധമയില്ല, മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനെ പൂട്ടിയിടാൻ സാധിക്കില്ല. നമ്മൾ അഭ്യാസം ചെയ്താലും കുറേ ആകുമ്പോൾ മടുക്കും, പിന്നെ നമ്മൾ അതിൻ്റെ വഴിക്ക് വിടും. അതുകൊണ്ട് ഈ സാധന ചതുഷ്ടയ സമ്പത്തി ഒരു ദിവസം 1% വെച്ച് കൂട്ടി കൊണ്ടുവരേണ്ട കാര്യമില്ല. എങ്ങനെ? അത് ഓട്ടോമാറ്റിക്കലി കൂടും. എങ്ങനെ? ഞാൻ നിത്യേന ശ്രവണം ചെയ്താലും ഇഷ്ടത്തോടു കൂടി. വെറുതെ അല്ല, വെറുതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ യൂട്യൂബ് നടക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഒരു സ്ഥലത്ത് എൻ്റെ ജോലികളും എൻ്റെ ഉറക്കവുമായിട്ട് പോകും. അങ്ങനെയല്ല, ഇഷ്ടത്തോടുകൂടി. അതാണ് സൗകുമാര്യത്വം. പൂർണ്ണമായ ഇഷ്ടത്തോടുകൂടി ചെയ്താൽ എനിക്ക് എന്ത് വന്നു ചേരുന്ന അധികാരമാണത്. എന്ത്?
സാധന ചതുഷ്ടയ സമ്പത്തി, അധികാര പ്രാപ്തി. ആ സാധന ചതുഷ്ടയ സമ്പത്തി അധികാരം എന്നെ എന്തിലേക്ക് കൊണ്ടു? അടുത്ത ആരോ മാർക്ക് ഇട്ടിട്ടോ എഴുതിക്കോളൂ. സാധന ചതുഷ്ടയ സമ്പത്തി എന്ന അധികാരം എന്നെ എന്തിലേക്ക് ലീഡ് ചെയ്യും, നയിക്കും? മനനം. ഞാൻ മനനം ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ചിന്തിക്കുക, എന്തൊക്കെയാണോ പഠിച്ചത് അത് ചിന്തിക്കാൻ തുടങ്ങും. എന്തൊക്കെയാണോ ഞാൻ പഠിക്കുമ്പോൾ ഞാൻ അതിലുള്ള കഥാപാത്രങ്ങൾ, ഇപ്പോൾ ശ്വേതകേതു ആയിക്കോട്ടെ അല്ലെ പരീക്ഷത്തായിക്കോട്ടെ, അവരെയൊക്കെ പോലെ എനിക്കാകണമെന്നുള്ള തീവ്രമായ ഇച്ഛ വരും. എനിക്ക് കഷ്ടപ്പെട്ടാലും സാരമില്ല, എനിക്ക് മോക്ഷം നേടണം, മോക്ഷം വേണം. അതിനെനിക്ക് എന്തിനോടൊക്കെയാണ് അറ്റാച്ച്മെൻറ്റ്, പുത്രപൗത്രങ്ങളോ അല്ലെ ആശ്രമം എന്നുള്ള എന്തിനോടാണോ എനിക്ക് അറ്റാച്ച്മെൻറ്റ്, അത് ഞാൻ മനനം ചെയ്ത് ചിന്തിച്ച് 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 അതിനെ ഇല്ലാണ്ടാക്കാൻ പരിശ്രമിക്കും. അതാണ്. അപ്പോൾ എന്താണ്? സാധന ചതുഷ്ടയ സമ്പത്തി മനനത്തിലേക്ക് എന്നെ നയിക്കും. മനനം കഴിഞ്ഞിട്ട് അടുത്ത മനനം എന്തിലേക്ക് എന്നെ നയിക്കും? എഴുതിക്കോളൂ. അടുത്ത പോയിൻ്റാണ്. നമ്മൾ ഈ വാക്കും പുതിയതായിട്ട് പഠിക്കുകയാണ്, എഴുതി വെച്ചോളൂ. മനനം എന്നെ നയിക്കുന്നത്. മനനം എഴുതിയിട്ട് ഒരു ആരോ മാർക്ക് ഇട്ടിട്ട് അടുത്തത് എഴുതുക. കാരക ദൃഷ്ടിപ്രാപ്തി. കാരക്കയില്ലേ, അതുപോലെ കാരക ദൃഷ്ടി കാണുക. കാരക ദൃഷ്ടി പ്രാപ്തി. അതാണ് മനനം എന്നെ നയിക്കുന്നത്. എങ്ങോട്ടാണ്? കാരക ദൃഷ്ടിപ്രാപ്തി. കാരക ദൃഷ്ടിപ്രാപ്തി ഏവ മോക്ഷ. അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. കാരക ദൃഷ്ടി പ്രാപ്തി ഏവ മോക്ഷ. കാരക ദൃഷ്ടിപ്രാപ്തി ഏവ മോക്ഷ. അപ്പം എന്തായിരിക്കും കാരക ദൃഷ്ടി? എല്ലാറ്റിലും ഈശ്വരനെ കാണുവാനുള്ള കഴിവ്. അതുതന്നെയാണ് കാരക ദൃഷ്ടി എന്ന് പറയുന്നത്. എല്ലാറ്റിലും ഈശ്വരനെ കാണുക. മനനം ചെയ്ത് ഞാൻ എന്താണോ ഇഷ്ടത്തോടു കൂടി കേട്ടത് ചിന്തിച്ച് ഞാൻ എല്ലാറ്റിലും ഈശ്വരനെ കാണും. അതിനെ ശാസ്ത്രം വിളിക്കുന്ന പേരാണ് കാരകദൃഷ്ടി എന്നത്. അത് തന്നെയാണ് മോക്ഷം. എല്ലാറ്റിലും ഈശ്വരനെ കണ്ടാൽ അവർ ജീവൻ മുക്തരായി അല്ലേ? ജീവൻ മുക്തിയാണ് മോക്ഷം എന്നത് അല്ലേ? എഴുതിയെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. കാരക ദൃഷ്ടിപ്രാപ്തി ഏവ മോക്ഷ. മറ്റൊരു വാക്കും കൂടെ ഉണ്ട്, വേണ്ടവരെഴുതുക, ഇല്ല വെറുതെ കേട്ടാൽ മതി. അനുഭൂതി പ്രകാശകത്വം എന്നും പറയും ഇതിനെ. കാരക ദൃഷ്ടിക്ക് പറയുന്ന മറ്റൊരു പേരാണ് അനുഭൂതി പ്രകാശകത്വം. എല്ലാറ്റിലും പ്രകാശം എന്ന് വെച്ചാൽ എന്താണ്? ചൈതന്യം. എല്ലാറ്റിലും ചൈതന്യത്തെ കാണുന്ന അനുഭൂതി ഉണ്ടാകുക അവർക്ക്. അപ്പം നമ്മൾ പറഞ്ഞല്ലോ, 29 സ്റ്റെപ്പ് അങ്ങാണ്ട് പഠിച്ചു അശ്വബ്രാഹ്മണത്തിൽ. അശ്വത്തിൻ്റെ ഓരോ അവയവങ്ങളിലും ഓരോ ഇന്ദ്രിയങ്ങളിലും ഈശ്വരനെ കാണാൻ പറഞ്ഞു. പിന്നെ പ്രാണനെ കാണാൻ പറഞ്ഞു, ഓംകാരം ചൊല്ലുമ്പം കാണാൻ പറഞ്ഞു. പിന്നെ അന്നം, സപ്താന്നം, നമ്മൾ കഴിക്കുന്ന അന്നത്തിൽ ഈശ്വരനെ കാണാം. അങ്ങനെ പലതിലും ഈശ്വരനെ കാണാൻ പറഞ്ഞല്ലോ അല്ലേ? ആ ഉപാസന ചെയ്യാൻ പറഞ്ഞല്ലോ. ആ ഉപാസന ചെയ്ത് എവിടെ എത്തും? അനുഭൂതിയിലെത്തും. എന്ത്? മോക്ഷം എന്ന അനുഭൂതിയിൽ. അപ്പോൾ പുതിയ 2 വാക്കുകളാണിത്. ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക. എന്താണ്? ഒന്ന് ശ്രവണ സൗകുമാര്യത്വം, 2 കാരകദൃഷ്ടി. ഇത് 2 എങ്ങനെ കിട്ടും? നിഷ്ഠയായ. അപ്പം
നമ്മൾ ആദ്യം എന്താ പഠിച്ചത്? മനസ്സിൻ്റെ ശ്രദ്ധയുള്ള മനസ്സിൻ്റെ ശ്രവിച്ചിട്ടേ കാര്യമുള്ളൂ. ശ്രദ്ധയില്ല നമ്മൾക്ക്. എന്തുകൊണ്ട്? ചഞ്ചലത്വമായതുകൊണ്ട്. ചഞ്ചലത്വം എങ്ങനെ മാറ്റാം? നിഷ്ഠയോടുകൂടി ഉള്ള ഉപാസന കൊണ്ട്, സാധന കൊണ്ട്. എന്തൊക്കെയാണ് നിഷ്ഠയോടുകൂടി ചെയ്യാൻ പറ്റുന്നത്? അതൊക്കെ ഫലമൊന്നും പ്രതീക്ഷിക്കാണ്ട്, ഫലം പ്രതീക്ഷിക്കാണ്ട് ചെയ്താലേ നിഷ്ഠ ഉണ്ടാവുകയുള്ളൂ. അല്ല, ഞാൻ 100 ദിവസം ചെയ്തു, 101ാമത്തെ ദിവസം എനിക്ക് ഫലം കിട്ടിയില്ലേ, ഞാൻ അത് ഉപേക്ഷിക്കും അല്ലേ? അപ്പം നിഷ്ഠയോടുകൂടി ഫലേച്ഛ ഇല്ലാണ്ട് ചെയ്യുക. അതെന്തിലേക്ക് എന്നെ നയിക്കും? എന്നെ ശ്രവണ സഹകുമാരിത്വത്തിലേക്ക് നയിക്കും അല്ലേ? ആ ശ്രവണ സഹകുമാരിത്വം എന്നെ സാധന ചതുഷ്ടയ സമ്പത്തിയിലേക്ക് നയിക്കും. അതാണ് ചിത്തശുദ്ധി. ചിത്തശുദ്ധി, മനഃശുദ്ധി, ഇന്ദ്രിയശുദ്ധി, ഇതെല്ലാം കൂടെ ചേരുന്നതാണ്. വിവേകം, വൈരാഗ്യം എല്ലാം കൂടെ ചേരുന്നതാണല്ലോ സാധന ചതുഷ്ടയ സമ്പത്തി. അതറിയാം എല്ലാവർക്കും. നമ്മൾ എത്രയോ കാലമായി പഠിക്കുന്നു സാധന ചതുഷ്ടയ സമ്പത്തി എന്ന് പറഞ്ഞ വാക്ക്. അതിലേക്ക് നയിക്കും. സാധന ചതുഷ്ടയ സമ്പത്തി എന്നെ എന്തിലേക്ക് നയിക്കും? മനനത്തിലേക്ക് നയിക്കും. അതായത് എന്ത് ഞാൻ ചെയ്തോട്ടെ, ഞാൻ 100 പേരുടെ നടുക്കിരുന്നാലും ഈശ്വരനെ കുറിച്ച് ചിന്തിക്കും ഞാൻ അവിടെ. ആരും അറിയില്ലായിരിക്കും. ഞാനിപ്പോൾ ഒരു ഫങ്ഷൻ പങ്കെടുക്കുകയാണ്. പല പല ലോകകാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യുന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭഗവാനുമായിട്ടുള്ള കണക്ഷൻ ഒരിക്കലും വിച്ഛേദിക്കാത്ത ആ ഒരു ഭാവം, അതാണ് മനനം എന്ന് പറയുന്നത്. അല്ലാണ്ട് മന്ത്രം കാണാണ്ട് പഠിക്കലല്ല മനനം. അല്ല, ചോദ്യം ചോദിക്കുമ്പോൾ ഈ മന്ത്രം ഇവിടെയാണെന്ന് പറയലല്ല മനനം അല്ലേ? മന്ത്രം കാണാണ്ട് പഠിച്ചിട്ടും എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ദുഃഖമാണെങ്കിൽ കാര്യമില്ല. അല്ല, ഞാൻ നന്നായിട്ട് പ്രഭാഷണം ചെയ്യും. പ്രഭാഷണമൊക്കെ ചെയ്ത് ആളുകൾ പൂർണ്ണകുംഭമൊക്കെ തന്ന് എല്ലാം വലിയ സന്തോഷം. ഞാൻ രാത്രി വന്ന് കരയുകയാണെങ്കിലോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇതുകൊണ്ട് എനിക്ക് ആനന്ദമുണ്ടാകണം. അത് ശ്രവണമായിക്കോട്ടെ, പ്രഭാഷണമായിക്കോട്ടെ, അല്ലെങ്കിൽ ജപമായിക്കോട്ടെ, കർമ്മയോ എന്തും ആയിക്കോട്ടെ, എന്ത് ചെയ്താലും എനിക്ക് ആനന്ദമുണ്ടാകണം, അല്ലെ ഈശ്വരനോടുള്ള നന്ദി ഉണ്ടാകണം. അങ്ങനെ മനനത്തിലേക്ക് സാധന ചതുഷ്ടയ സമ്പത്തി നയിക്കും. അത് നമ്മളെ എതിലേക്ക് നയിക്കും? കാരക ദൃഷ്ടിപ്രാപ്തിയിലേക്ക്. എല്ലാറ്റിലും ഈശ്വരനെ കാണുക. എന്തൊരു സുഖമല്ലേ? അത് മഹാത്മാക്കൾ അങ്ങനെയാണ്. ഇപ്പോൾ രമണ മഹർഷിയൊക്കെ എന്താണ്, എല്ലാറ്റിലും അവർക്ക് ഈശ്വരനെ കാണാൻ സാധിച്ചു അല്ലേ? ആ ഒരു ലക്ഷ്മി എന്ന പശുവിൻ്റെ കഥയൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാവരും അതിനെ ഓടിച്ചു വിട്ടു. പക്ഷേ അത് ആ പശു മടങ്ങിപ്പോയിട്ട് വീണ്ടും തിരിച്ചു വന്നു. അപ്പോൾ രമണ മഹർഷി പറഞ്ഞു, അതിനെ വിടണ്ട, അതിവിടെ തന്നെ നിന്നോട്ടെ എന്ന്. കാരണം എല്ലാറ്റിലും ഈശ്വരനെ. നമ്മളാണേലും ഒരു നായയെ കണ്ട അപ്പോൾ കല്ലെടുത്തെറിയും. അല്ലേ? അങ്ങനെയാണ്. നമ്മളങ്ങനെ ആയിരിക്കില്ല, കാരണം ഇത്രയൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എന്താണെന്ന് എപ്പോഴും ഈശ്വരൻ്റെ ചിന്ത വരും. നമ്മളിനി അടുത്തത് പറയും സ്വപ്നത്തിൽ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ ഒരമ്മേൻ്റെ വീട്ടിൽ താമസിച്ചു. അപ്പം ഞാൻ മേളിൽ കിടക്കുകയാണ്, അമ്മയും അച്ഛനും താഴെയാണ്. അപ്പം അമ്മ ഇങ്ങനെ രാവിലെ, ആരാന്ന് ഞാൻ പറയില്ല, അമ്മ ഇപ്പോൾ ചിരിക്കുന്നുണ്ടാകും. അമ്മ ഇങ്ങനെ രാവിലെ ഒരു 3-3:30 ആയപ്പോൾ എനിക്ക് മേളിൽ ഇങ്ങനെ ശബ്ദം കേൾക്കാം. എൻ്റെ ഗുരുവായൂരപ്പ നാരായണ ഇങ്ങനെ ഭഗവാനെ വിളിക്കുകയാണ്. ഞാൻ എന്നിട്ട് പേടിച്ചു പോയി. എന്താ ഇനി വല്ലതും പറ്റുമോ? രാത്രി സമയമല്ലേ, സമയമായുമില്ല. സാധാരണ ഞങ്ങൾ 4 മണിയാകുമ്പോൾ എഴുന്നേറ്റ് ഞാനും അച്ഛനും കൂടെ വന്ന് യോഗയൊക്കെ ചെയ്യും. അമ്മേൻ്റെ മുറിയിൽ തന്നെയാണ് ചെയ്യുക. അപ്പോൾ 4 മണി ആയില്ലല്ലോ, എന്ത് പറ്റി? ഞാൻ ഇപ്പോൾ ഒരു 3:15, 3:20 ആയുള്ളെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എഴുന്നേറ്റ് വന്നപ്പോൾ ഭയങ്കര നാരായണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുകയാണ്. മുപ്പത്തി അറിയുന്നില്ല, നല്ല ഉറക്കത്തിലാണ്. ഞാൻ എന്നിട്ട് രാവിലെ ഞങ്ങൾ പിന്നെ താഴോട്ട് ഇറങ്ങി വന്ന് അടുക്കളയിൽ, ഞാൻ ഇപ്പോൾ അച്ഛൻ അവിടെ ഇതുണ്ടാക്കുകയാണ്. രാവിലെ വെറും വയറ്റിൽ ഈ ഇത് കുടിക്കും, കക്കിരീൻ്റെ ജ്യൂസ് കുടിക്കും. അപ്പോൾ മൂപ്പരത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ഇതാവുക? അറിയുന്നില്ല. അപ്പം
അപ്പം അമ്മയോട് ചോദിച്ചു. പിന്നെ അമ്മ എഴുന്നേറ്റ് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ 7 മണിയെങ്ങാണ്ടായെന്ന് തോന്നുന്നു കണ്ടപ്പോൾ. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷെ അറിയുന്നില്ല. അറിയുന്നില്ല. കാരണം എന്താ, ആ ഹൃദയം അറിയുന്നില്ല ഭഗവാനെ എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ സാധിക്കുന്നു. സബ് കോൺഷ്യസ് മൈൻഡിൽ അത് തന്നെയാണ് ചിന്ത. അപ്പോഴാണ് അറിയാണ്ട് ആ വാക്കുകൾ വരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ സബ് കോൺഷ്യസ് മൈൻഡിൽ അത് തന്നെ വരുന്നു? അതാണ് മനനം. എപ്പോഴും ഈശ്വര ചിന്തനമാണ് മനനം, അല്ലാണ്ട് മന്ത്രം കാണാണ്ട് പഠിക്കലല്ല മനനം. എപ്പോഴും ഈശ്വര ചിന്തനമാണ് മനനം. അങ്ങനെയുള്ളവർക്ക് അവരറിയാണ്ട് ഉപബോധ മനസ്സിൽ നിന്നും ഈ വാക്കുകൾ വരുള്ളൂ. അല്ലേ? ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമുക്കൊക്കെ അനുഭവം ഉണ്ടാകും. പക്ഷെ ഇപ്പം ഞാനങ്ങനെ വിളിക്കുന്നത് ഞാൻ കേൾക്കില്ലല്ലോ, മറ്റൊരാളല്ലേ കേൾക്കുള്ളൂ. അതുകൊണ്ട് ആ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. വലിയ സന്തോഷമായി എനിക്ക്. കാരണം എന്താണ്, ആ ഉള്ളിൽ ആ മനനം നടക്കുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു സന്ദർഭം ഞാൻ ഓർക്കാറുണ്ട് ജീവിതത്തിൽ. കാരണം അറിയില്ല ആ ആൾ അത് വിളിക്കുന്നത്, പക്ഷേ ആ സോള് അത് മാത്രമാണ് ചിന്തിക്കുന്നത്. ചിലപ്പോൾ നമ്മൾ വ്യവഹാരത്തിൽ അതൊന്നും ഇല്ലായിരിക്കും, നമ്മൾ എത്ര സമയം അങ്ങനെ വിളിക്കും, പക്ഷെ ഉള്ളിൽ അതിനെയാണ് ശാസ്ത്രം യോഗനിദ്ര എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷിയൊക്കെ പറയുന്ന അതാണ് യോഗനിദ്ര. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ ഈ യോഗ ചെയ്യുന്നവരുടെ നിദ്രയെന്നല്ല. യോഗനിദ്ര എന്ന് പറഞ്ഞാൽ എന്താണ്, ഉള്ളിൽ ഈശ്വരനുമായി മാത്രം മനനം നടക്കുന്ന ആ സമയത്ത് നമ്മൾ യോഗനിദ്രയിലേക്ക് പോകും. അതൊക്കെ വിട്ടേര്. അപ്പോൾ അതാണ് മനനം എന്ന് പറയും. മനനത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണത്. ആ ഭഗവാന്റെ നാമം മാത്രം ഉള്ളിൽ നിന്ന് വരുന്നത്. അരിയോ. അപ്പോൾ നമ്മൾ ഇതാണ് ഇന്ന് പഠിച്ചത്. നമുക്ക് ഇന്നത്തേന് നിർത്താം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ 1-ാം അധ്യായത്തിൽ ഫലശ്രുതി കണ്ടു. എന്തൊക്കെയായിരുന്നു ഫലശ്രുതി? ചിത്തശുദ്ധി, ബ്രഹ്മവിദ്യ, അധികാരപ്രാപ്തി, മനോവിശാലത എന്ന് പറഞ്ഞ 3 ഫലം കണ്ടു. അപ്പം അതിൻ്റെ കൂടെ ഇതുകൂടെ എഴുതി ചേർക്കുക. എന്ത്? ബ്രഹ്മവിദ്യ അധികാരപ്രാപ്തി എന്ന അവിടെ ഈ വാക്കും കൂടെ ചേർക്കുക. എന്താണ്? ശ്രവണ സൗകുമാര്യത്വ ഗുണം. ശ്രവണ സൗകുമാര്യത്വ ഗുണം. പിന്നെ ബ്രഹ്മവിദ്യാധികാരപ്രാപ്തി, അത് തന്നെയാണ് സാധന ചതുഷ്ടയ സമ്പത്തി അല്ലേ? പിന്നെ എന്താണ്? അത് കഴിഞ്ഞ് സാധന ചതുഷ്ട സമ്പത്തി എന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? മനനത്തിലേക്ക് നയിക്കും. മനനം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കണ്ണടച്ചിരുന്ന് ഞാൻ പഠിച്ചതൊക്കെ ഓർക്കലല്ല മനനം. സദാ എപ്പോഴൊക്കെ, അത് ഞാൻ കുളിക്കുമ്പോഴായിക്കോട്ടെ, ഭക്ഷണം പാകം ചെയ്യുമ്പോഴായിക്കോട്ടെ, എപ്പോഴൊക്കെ എനിക്ക് ഈശ്വര ചിന്തനം നടത്താൻ സാധിക്കും, അപ്പോഴൊക്കെ ഞാൻ മനനം ചെയ്യുകയാണ്. എന്നിട്ട് പിന്നെ എന്തായത് തന്നെ മനനം അങ്ങോട്ട് നയിക്കും കാരകദൃഷ്ടിപ്രാപ്തിയിലേക്ക്. ഈ 2 വാക്കുകളാണ് പുതിയതായിട്ട് നമ്മൾ പഠിച്ചത്. അത് ഓർക്കുക. ഒന്നുകൂടെ പറയാം. ചിത്തശുദ്ധി അല്ലെ മനസ്സിനെ ചഞ്ചലത്തെ എങ്ങനെ മാറ്റും? നിഷ്ഠയോടുകൂടിയുള്ള ഉപാസന, നിഷ്ഠയോടുകൂടിയുള്ള സാധന എങ്ങോട്ട് നയിക്കും? എന്നെ ശ്രവണ സൗകുമാര്യത്തെ. ശ്രവണ സൗകുമാര്യത്തെ എന്നെ എന്തിലേക്ക് നയിക്കും? ബ്രഹ്മവിദ്യാധികാരപ്രാപ്തി അല്ലെങ്കിൽ സാധന ചതുഷ്ടയ സമ്പത്തിയിലേക്ക് നയിക്കും. സാധന ചതുഷ്ടയ സമ്പത്തി എന്നെ എന്തിലേക്ക് നയിക്കും? മനന അധികാരത്വത്തിലേക്ക് നയിക്കും. പലരും പറയാറുണ്ട് മനനം ചെയ്യാൻ പറ്റുന്നേ ഇല്ലെന്ന്. സാരമില്ല, ഈശ്വരനെ ചിന്തിക്കലൊക്കെ മനനമാണ്. പിന്നെ അതുകൊണ്ടാണ് ആ എക്സസൈസ് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ തരുന്ന അതാണ്. ഇനി അങ്ങനെ ഉണ്ടായിരിക്കും നമ്മളുടെ സാധന. കാരണം ശ്രവണം നമുക്ക് കഴിഞ്ഞു, അനേകം നമ്മൾ ശ്രവിച്ചു. ഇനി എന്താണ്? നമ്മൾ അടുത്ത ക്ലാസ്സിലേക്ക് ജയിച്ചു. ആ ക്ലാസ്സാണ് മനനം എന്നത്. മനനം എന്ന ക്ലാസ്. അത് കഴിഞ്ഞ് നമ്മളെ മനനം എങ്ങോട്ടാണ് നയിക്കേണ്ടത്? കാരകദൃഷ്ടിപ്രാപ്തിയിലേക്ക്. ഇനി അടുത്തത് നമുക്ക് അവിടെ ആ ക്ലാസ്സിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നല്ല മാർക്കോട് കൂടി പാസ്സായാലേ
അടുത്ത ക്ലാസ്സിലേക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ ഈശ്വരനോട് നന്ദി പറയുക, പ്രാഥമിക പരീക്ഷ നമ്മൾ ജയിച്ചു കഴിഞ്ഞു. ശ്രവണ സൗകുമാര്യത്വം ഉണ്ട്. അല്ല ഇത്രയും വർഷമായിട്ടും എല്ലാവരും വരില്ല ക്ലാസ്സിന്. എത്ര പേരുണ്ടായിരുന്നു, അവരൊക്കെ വിട്ടുപോയില്ലേ? അല്ല ഇതായി അല്ലേ നമ്മുടെ ക്ലാസ് എന്നല്ല, ഏതും ആയിക്കോട്ടെ. എത്രയോ വർഷം ക്ലാസ് പഠിക്കുന്നവരുണ്ട്. അവരിപ്പോഴും പുതിയ കുട്ടികളെ പോലെ പേനയും പുസ്തകവും എടുത്ത് എഴുതുന്ന കാണണം. 80 വയസ്സായ അമ്മമാർ വരെ നമ്മുടെ ക്ലാസ്സിലുണ്ട്. അവർ എഴുതുന്ന കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം എന്താ, ചിന്മയാനന്ദ സ്വാമിജിയുടെ കാലത്തെ ശ്രവിക്കുന്നതാണ്. പക്ഷെ ഇപ്പോഴും അവർ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷം. കാരണം എന്താ, ശ്രവണ സൗകുമാര്യത്വം അവർ നേടിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് എന്താണ് നേടേണ്ടത്? മനനം. അപ്പം അതിനു വേണ്ടിയാണ് ചോദ്യങ്ങളൊക്കെ തരുന്നത്. എല്ലാവരും അത് തന്നാൽ കഴിയും വിധം അത് ചെയ്യണം. ബാക്കി നമുക്കിനി ചൊവ്വാഴ്ചയെ ക്ലാസ്സുള്ളൂ. ചൊവ്വാഴ്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്ഥോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.